ഹായ് ഗായ്സ്, ഇപ്പോൾ വെളുപ്പിന് 3 മണി എന്ന് പറയാം. ഇപ്പം തന്നെ പറയാവുന്നതാണ് അതിൻ്റെ ഒരു ശൈലി. നമ്മളിപ്പോൾ എല്ലാ ബിഗ് ബോസും വെരി ഹാർഷായിട്ടും ഹാർഡായിട്ടും ഒക്കെയാണ് ചെയ്യാറ്. ഇനി വെറും 9 ദിവസത്തിൻ്റെ, അതായത് ഫൈനൽ, അതായത് കുറേ എപ്പിസോഡിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ ആയിട്ട് കരുതാവുന്ന 90ൻ്റെ അവസാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടർഫുൾസ് നിമിഷങ്ങളിൽ ഒരു വണ്ടർഫുള്ളായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിന്നപ്പോൾ അവിടെയും പല കാര്യങ്ങളിൽ ഇഷ്യൂ വന്നപ്പോൾ നമുക്കത് തിരിച്ചു പിടിച്ചില്ല. പക്ഷേ നമുക്കൊന്നും ഒരിക്കലും തുറന്ന പറച്ചിൽ പറയാൻ കഴിയാത്ത മലയാളികളാണ്. അതായത് പ്രണയമെന്നോ ഒരു പെൺകുട്ടികളോടോ സംസാരിച്ച് അവരെ ഇഷ്ടപ്പെടുത്തിയെടുക്കാനോ കഴിയാത്ത ഒട്ടനവധി പുരുഷന്മാരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും വിവാഹം കഴിച്ചവരൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്കൊക്കെ എത്ര പ്രായം കഴിഞ്ഞാലും പെട്ടെന്ന് ഒരാളോട് എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം, കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഒരാൾ പറയുമ്പോൾ ആ കോൺഫിഡൻസ്, അതിനെ നമുക്ക് മറ്റൊരു ആളെയും ചേർത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. രണ്ട് രീതിയിൽ സംസാരിക്കേണ്ട പ്രശ്നമാണ് അനീഷിൻ്റെയും അനിമോളുടെയും ഈ ഒരു ഡിസിഷൻ. അപ്പോൾ ഇതിൽ അനിമോളുടെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങളുണ്ട്, അനീഷിൻ്റെ കാര്യത്തിലും കുറേ തെറ്റുകുറ്റങ്ങളുണ്ട്. രണ്ടു പേരിലും തെറ്റുകൾ പോരായ്മകളുണ്ട്. പക്ഷേ അവർ ചെയ്യുന്നത് ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു റിയൽ ആണോ എന്നൊക്കെ നമുക്കിത് കണ്ട് ജഡ്ജ് ചെയ്യാം. ഇത് മോർണിംഗ് ആണ്. ഇന്നലത്തെ മോർണിംഗിൽ നടന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്, അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. പ്രമോ റിയാക്ഷൻ ഇത് ഞാൻ റിയാക്ഷൻ ഇട്ടിട്ടില്ല. എപ്പിസോഡ് റിവ്യൂ 90ൻ്റെ റിവ്യൂ. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അയ്യോ, തമാശ പറഞ്ഞതാണോ? അതിന്റെ അങ്ങനെ സംസാരിച്ചു എനിക്ക് ഇത് അയ്യോ മയക്കിട്ടിട്ടുണ്ട്. ക്യാമറ തയ്ച്ചു വരെ നോക്കിക്കൊണ്ടിരിക്കും. ചില പ്രാങ്ക് ചെയ്തതാണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എനിക്കറിയാം ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ. ഞാൻ കൊള്ളാൻ ചേട്ടൻ കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഞാൻ ചോദിക്കാം, എന്നെ കുറിച്ച് എന്താ അഭിപ്രായം?
എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത് പ്രാങ്കാണ് മകനെ, ഇതിൽ ഞാൻ വീഴില്ല. ബിഗ് ബോസ് നല്ല വിളിച്ചത് തന്നെ മനസ്സിലായി. വന്നിരുന്നപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞത് തന്നെ മനസ്സിലായി. ശരിക്കും പറ, എന്ത് ഞാൻ ചോദിച്ചതിന് ഉത്തരം. എന്ത് പറയാ? ഓണം തന്നീറ്റ് ഞാൻ ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അതുമല്ല ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കരിയർ അതൊക്കെ നോക്കണം, ഞാൻ സെറ്റിൽ ആവണം. ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്നല്ലാണ്ട് എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പൊ എന്താ പറയണ്ടേ, കരിയറൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പാളിശായി. അപ്പൊ അതോടുകൂടി ഞാൻ വെച്ച് നിർത്തിയതാ. കല്യാണമേ ഞാൻ വെച്ച് നിർത്താൻ തീരുമാനിച്ചതാ. പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണമാണല്ലോ. അപ്പം അവര് ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അത് നടത്തണം. അപ്പൊ ഞാൻ അവിടുത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു 2 വർഷത്തിനകത്ത്. അപ്പൊ അത് 2 വർഷത്തിനകത്ത് എനിക്ക് സെറ്റിൽ ആവണം. ഈ ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ചെറിയ രീതിയിൽ ഗുരുവായൂരുണ്ട്, ദാലേട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇത് പ്രാങ്കാണ്, ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പ്രാങ്കും ഇതൊന്നുമല്ല, മനുഷ്യൻ്റെ വിരഹം തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസിലായാലും ഏതിലായാലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഒരാൾ പറയുമ്പോൾ അയാൾ ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ അനീഷ് ഒരുപാട് പ്രായമുള്ളതാണ്, അനുമോൾ വളരെ ചെറിയ കുട്ടിയാണ്. എന്നാലും ഒരാൾ പ്രണയം പറയുമ്പോൾ അത് ഈ ഒരു പ്രായത്തിൽ അയാൾക്ക് കൗമാരക്കാരൻ്റെ ഫീലിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അനുമോള് പറയുന്നു ഇത്ര കാലം കഴിഞ്ഞിട്ട് മതി അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതല്ല അനീഷ് ചോദിക്കുന്നത്. അനീഷ് ചോദിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ നോ അല്ലെങ്കിൽ യെസ്. ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മാത്രമായിട്ട് വളഞ്ഞു ചുറ്റി അതൊരു മതത്തിൻ്റെ ശൈലിയിൽ വരെ എത്തിച്ചു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കണ്ട എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അനീഷിനുള്ളത് കൊണ്ട് അനീഷ് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോയത്. അപ്പോൾ ഇനി എങ്ങോട്ട് എനിക്ക് സംസാരിക്കാനോ ഒന്നുമില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് അനീഷ് അവിടുന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പലർക്കും തോന്നാം അവിടെ അനീഷിൻ്റെ ഗെയിം ബുദ്ധിയാണ്, സ്ട്രാറ്റജിയാണ്. അനീഷ് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവാം ഇങ്ങനൊരു നിമിഷം എനിക്ക് വരും, എപ്പോഴാണ് പറയേണ്ടത്. അതിന് കാലതാമസമെടുത്തു. അതിന് പല ബഹളങ്ങളുണ്ടായി, അടിയുണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങൾക്കിടെ അനീഷിന് കിട്ടിയ അവസരം ഈ അവസാന നിമിഷത്തിലാവാം. ആ ടൈം നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നത്, അത് ബിഗ് ബോസും അല്ല നിശ്ചയിക്കുന്നത്, കാലമാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കും കഴിയാത്തൊന്ന് ഒരാൾ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നത് അവരെ വിമർശിക്കുക എന്നത് ഓഡിയൻസ് ചെയ്യേണ്ട ഒരു പ്രവർത്തകനല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ മറ്റൊരാൾ ചെയ്യാൻ പോയാൽ അത് അവൻ്റെ കഴിവുകേടിനെയാണ് നിശ്ചയിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രപ്പോസൽ തന്നെയാണ്. അത് അനീഷ് ചെയ്താലും അനുമോൾ ചെയ്താലും അത് ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ പ്രണയം സാധുവാകുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് അസാധുവായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പലരും ഒറ്റപ്പെട്ട് ബിഗ് ബോസ് ഗെയിം തന്നെ ഒറ്റപ്പെടൽ ജീവിതത്തിനെ പറ്റിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ അവിടെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ബിഗ് ബോസിൽ പറയുന്നുണ്ടല്ലോ കോംബോകളെ ഇവിടെ അകത്ത് കയറ്റും, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് എല്ലാവരെയും രണ്ടാക്കാനാണോ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്?
ഞാൻ അതാണ് ചോദിക്കുന്നത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊരു ഗെയിം എന്ന പാറ്റേൺ ബിഗ് ബോസ് മാറ്റണം. പലർക്കും സൗഹൃദങ്ങളില്ല, പലർക്കും കുടുംബങ്ങളില്ല, പലരും ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടലിനൊക്കെ തിരിച്ചു കൊണ്ടുപോകാനാണ് ബിഗ് ബോസ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാവരും ഒരു സൗഹൃദത്തിൽ നിന്ന് ഒരു പണയത്തിൻ്റെ അളക്കൽ മാത്രം അളന്നുകൊണ്ട് പ്രേക്ഷകരെ വിധി കൊടുത്തിട്ട് അവരെ മുന്നിൽ നിന്ന് താളം ചവിട്ടുന്ന ഒരു ഗതികേടുണ്ട്. അത് പ്രേക്ഷകർ അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കൊന്നും കഴിയാത്തത് മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ അത് അവൻ്റെ കഴിവാണ്. അപ്പോൾ ബിഗ് ബോസിൽ അനീഷ് കളിക്കുന്ന കളി മൈൻഡ് ഗെയിമാണ്, മറ്റുള്ളവർ കളിക്കുന്ന കളിയല്ല, ടാസ്ക് കളിച്ചിട്ടുള്ള കളിയല്ല. പക്ഷേ ഇതിലൊരു ഗെയിം പാറ്റേൺ ഞാൻ കാണുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കഴിയാത്തത് അനീഷിന് കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയാണ്. കാരണം അനീഷിന് ഉത്തരം കിട്ടിയത് കൊണ്ട് അനീഷ് അവിടെ എഴുന്നേറ്റ് പോയി. എക്സാക്ട്ലി. അല്ലാതെ അത് അവിടെ ഒരു ഗെയിം സ്ട്രാറ്റജിയും അല്ല. അവിടെ ജീവിതം വെച്ച് ഒരാൾക്ക് ഗെയിം സ്ട്രാറ്റജി കളിക്കാനേ പറ്റില്ല. നമ്മുടെയൊക്കെ ഈ ഒരു 30 പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ട ഏജ് ഓവറായി. പിന്നെ എപ്പം നമ്മൾ കല്യാണം കഴിക്കാനാണ്? അപ്പോൾ ഒരു പ്രായത്തിനനുസരിച്ച് മനുഷ്യൻ കല്യാണം കഴിക്കേണ്ടത് അവൻ്റെ ജീവിത ശൈലിക്ക് വേണ്ടി ഉള്ള ആവശ്യഘടനയാണ്. അതൊരു ബിഗ് ബോസ് ഗെയിമായിട്ട് ആരും കളിക്കില്ല. ഒരു അനീഷിനെ പോലത്തുള്ളൊരു ഇത്രയും അറിയുന്നവർ കളിക്കളത്തിൽ നിന്ന് വരില്ല. അവൻ്റെ പ്രായത്തിന് ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് അവൻ്റെ ഉപജീവന മാർഗമല്ല, അവൻ്റെ ആവശ്യകതയാണ്. ഒരു ആണായ വ്യക്തിക്ക് വിഷാദം എന്നൊരു രോഗമുണ്ട്. ആ രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ്? കല്യാണം നേരത്തെ കഴിക്കാതെ പോകുന്ന ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്. അത് പുരുഷന്മാരാണ്, സ്ത്രീകൾ അങ്ങനെ കുറവാണ്. അപ്പോൾ ആ വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു വർഗത്തെ കൊണ്ടുവരാനാണോ ബിഗ് ബോസ് ശ്രമിക്കുന്നത്? അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണോ? അപ്പോൾ എല്ലാ കോംബോയും അവിടെ നിലനിർത്തിക്കൊണ്ടൊരു ഗെയിം കളിച്ചാലെന്താണ്? സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചാലെന്താണ്? ഒരേ സ്ട്രാറ്റജിയിൽ പിടിച്ചാൽ എങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഗെയിമിനൊരു ത്രില്ലുണ്ടാകുക, ഒരു ഹരം ഉണ്ടാകുക? അവിടെ ലവ് അട്രാക്ഷൻ വേണ്ടേ? എന്നും ഫുഡിൻ്റെ അടിയും ഇതിൻ്റെ അടിയും മാത്രമല്ലാതെ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടോ? പണം വാരുന്നു, പക്ഷെ ഇതൊക്കെ എന്താണ്? നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇവിടെ ആഡംബരം കാണിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഈ ഗെയിം ഷോ കൊണ്ട് എനിക്ക് തൃപ്തനല്ല. ഞാൻ തൃപ്തനല്ല. കാരണം ഈ ഒരു ഷോ കൊണ്ട് നമുക്കൊരു കാഴ്ചയുമില്ല. എന്നും അടിയേ അടി. കാരണം എന്തിനാ അടിക്കുന്നതെന്ന് അവർക്ക് പോലും തിരിച്ചറിയാത്ത പോലുള്ള തെറ്റുകൾ. ആ തെറ്റുകൾക്ക് വേണ്ടി റിവ്യൂ പറയാനും അഭിപ്രായം പറയാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പം വന്ന് താല്പര്യപ്പെടുന്നത് ഒരു വിമർശകമായൊരു കാര്യങ്ങൾ അനീതി ഇവിടെ നടക്കുന്നുണ്ട്. ഒരാൾക്കൊരു ധൈര്യത്തോടെ തൻ്റെ പ്രണയം പറയാം, അതൊരു തെറ്റൊന്നുമല്ല. അത് മനുഷ്യൻ്റെ ആവശ്യകതയാണ്. അത് ചിന്തിച്ചുകൊണ്ട് ഒരാളെ എതിർക്കുക. എനിക്കത്രേ പറയാനുള്ളൂ.